വെൽക്കം ബാക്ക് ടു ശിവ എജു വേൾഡ്. നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർ ബഹൂട്ടിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രഭാതാണ്. ഈ ബീർ ബഹൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ മഴക്കാലത്ത് കാണപ്പെടുന്ന ചുവപ്പ് കളറിലുള്ള ഒരു ചെറിയ പ്രാണിയാണ്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഞാൻ ഓരോ പാരഗ്രാഫ് പറഞ്ഞിട്ട് അതിനുശേഷം അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. ഇനി ഇതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. ഇതൊരു മഴക്കാലമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് കാർമേഘങ്ങൾ കൂടുതലും മഴ വെച്ചിരുന്നു എങ്കിൽ പോലും അവിടെ വീണ്ടും പെയ്യാനുള്ള വെള്ളം അതിൽ ശേഷിച്ചിരുന്നു. അവ വയലുകൾക്കും അതുപോലെ തന്നെ വനങ്ങൾക്കും ഒക്കെ മേലെ വ്യാപിച്ചു കിടന്നു. ആകാശമൊക്കെ ആകെ ഇരുണ്ട കളറിൽ മേഘാവൃതമായിട്ടിരിക്കുകയായിരുന്നു. മേഘങ്ങളുടെ നിഴലുകളിൽ തണുത്ത കാറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു. വൃക്ഷത്തലപ്പുകളൊക്കെ നനഞ്ഞിരുന്നു. അതുപോലെ പച്ചപ്പ് നിറഞ്ഞ നിലക്കടല വയലുകളിൽ നിലക്കടലേൻ്റെ പൂവ് എന്ന് പറഞ്ഞൊരു മഞ്ഞ കളറുള്ള പൂവാണ്. ഈ മഞ്ഞ പൂവുകളൊക്കെ അപ്പോഴും നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വയലുകളിൽ മഞ്ഞപ്പൂക്കളല്ല, ബജറ എന്ന് പറയുന്ന ചെടികളൊക്കെ മുളച്ചിരുന്നു. ഈ മഴക്കാലമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ മുളച്ചു. അതിൻ്റെ കൂടെ തന്നെ ബജറ എന്ന് പറയുന്ന ചെടി മുളച്ചിരുന്നു. ബജറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീളമുള്ളതും അതുപോലെ തന്നെ നേർത്തതുമായ ഇലകളായിരുന്നു ഈ ബജറ ചെടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇലകളിലും ജലകണങ്ങൾ തങ്ങി നിന്നിരുന്നു. മഴക്കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും മഴയുടെയും പച്ചപ്പിൻ്റെയും ഒക്കെ ഗന്ധം എന്ത് ചെയ്തു ആ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നു. അതായത് നല്ല മഴക്കാലമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബാക്കി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉന്നേം ബീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താ था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीर बहूटियों गोजा करते थे. सुर्ग मुलायम गदबदी बीर बहूटियों. धरती पर चलती फिरती गूंद की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर बीर बहूटियों गोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. അപ്പോൾ ഇതിൻ്റെ മീനിങ് നോക്കാം. ഇവിടെ എന്താ ഉന്നയും ബീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താന്നാണ് പറഞ്ഞത്. ഉന്നയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവരാണ്. അപ്പോൾ ഇത് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ പിക്ചറിൽ ഇവിടെ രണ്ട് സ്റ്റുഡൻസ് ആണ് അല്ലേ. 2 സ്റ്റുഡൻസ് ഇതാ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ തൂക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ആരാന്ന് പേരൊന്നും പറഞ്ഞിട്ടില്ല. ഉന്നയും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ബീർ ബഹൂട്ടിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ബീർ ബഹൂട്ടി എന്താണെന്ന് ആദ്യം പറഞ്ഞിരുന്നു, മഴക്കാലത്ത് കാണപ്പെടുന്ന ചുവന്ന കളറിലുള്ള ചെറിയ പ്രാണി. അപ്പോൾ ബീർ ബഹൂട്ടികളെ അവർക്ക് കാണണമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സ്കൂളിലേക്ക് കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടു. അതായത് സ്കൂളിൽ പോകേണ്ട സമയത്തിനെക്കാട്ടും കുറച്ച് നേരത്തെ അവർ പുറപ്പെട്ടിരുന്നു. എന്തിനാണ്, ബീർ ബഹൂട്ടികളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അവരെവിടെ അന്വേഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്കൂളിൽ പോകുന്ന വഴിയിൽ ചെറിയ വയലുകളുണ്ടായിരുന്നു, പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന വയലുകൾ. അവിടെയായിരുന്നു അവർ ബീർ ബഹൂട്ടീനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീർ ബഹൂട്ടി ചുവന്ന നിറത്തിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ മാർദ്ദവമേറിയതും മിനുമിനുത്തതുമായിരുന്നു. ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ എന്നായിരുന്നു. അത് ചുവന്ന കളറിലുള്ള ചെറിയ പ്രാണി ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പിക്ചറിൽ കണ്ടിരുന്നു ഈ കുട്ടികൾ ബാഗുകളൊക്കെ തൂക്കിയിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ബാഗുകൾ ചുമലിലേറ്റിക്കൊണ്ട് ഇവർ നടന്നു. അവർ ഈ ബീർ ബഹൂട്ടികളെ തിരയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് ഈ മണ്ണിൽ മഴയുടെ ഗന്ധമുള്ള തവിട്ട് നിറമുള്ള മണ്ണിൽ രണ്ടുപേരും പരസ്പരം അടുത്തടുത്തിരുന്നിട്ടായിരുന്നു തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. ബേല ദേക്കോ ഇസ് ബീർ ബഹൂട്ടിയോം കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ. അപ്പോൾ എന്താ പറയുന്നത്, ബേല ദേക്കോ ഇസ് ബീർ ബഹൂട്ടിയോം കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ. അപ്പോൾ ഇതാരായിരിക്കും പറയുന്നത്, ഈ ഒരു കുട്ടി പറയുകയാണ് മറ്റേ കുട്ടീനോട് ബേല. അപ്പോൾ ഇവിടെ ബേലയാണ് ഈ പെൺകുട്ടിയുടെ പേര് എന്ന് ഇവിടെ മനസ്സിലാക്കാം അല്ലേ. ബേല ദേക്കോ, ബേല നോക്കൂ, ഈ ബീർ ബഹൂട്ടി നിൻ്റെ റിബണിൻ്റെ അതേ കളറാണെന്നാണ് ഇവിടെ പറയുന്നത്. റിബണിൻ്റെ അതേ ചുവന്ന നിറമാണ്. സാഹിലിനെ കഹ. അപ്പോൾ സാഹിലാണ് ഇവിടെ പറയുന്നത്.
തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല എന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? സാഹിൽ ചോദിക്കുന്നത്. അതായത് ഈ ആൺകുട്ടി സാഹിലും പെൺകുട്ടി ബേലയുമാണ്. ഹാം സുന പഹ്ലി ഗണ്ടി ലഗ് ഗയി ഹെ. ഇവിടെ എന്താ പറയുന്നത്? ആ കേട്ടു, പഹ്ലി ഗണ്ടി ലഗ് ഗയി ഹെ. അപ്പോൾ ഇവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇവരിതിനെ തിരഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവർ നോക്കി നിൽക്കുന്ന സമയത്ത് സമയം പോയതൊന്നും ഇവർ അറിഞ്ഞില്ല. ഇവരവിടെ ഇരിക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് ബെല്ല് അടിച്ചിരിക്കുന്നു. അപ്പോൾ ബേല പറയണം, ആ ഞാൻ കേട്ടു ഫസ്റ്റ് ബെല്ല് അടിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ സാഹിൽ പറയാണ്, ലേക്കിൻ മുജെ പെൻമേം സ്യാഹി ബി ബർവാനി ഹേ ദുക്കാൻ സെ. എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്, കടയിൽ നിന്ന് പോവാന്ന് പറയാണ്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियाँ, गलियों में गामोश गड़े बिजली के गंबों के बीच गिंजी तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की गुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उगाड़े कुमार. इसी दृश्य के बीच से गुजरते हुए 2 स्कूल बच्चे बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എന്താണ്? 1981 എത്രയാണ്? 1981. എവിടെയാണെന്നാണ് പറയുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്താണ്. അപ്പോൾ ഈ പാരഗ്രാഫ് മുഴുവൻ ആ സ്ഥലത്തിനെ പറ്റിയാണ് വിവരിക്കുന്നത്. എന്താണ്? 1981 രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ഈ പാസഞ്ചർ ട്രെയിനും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനും ഒക്കെ നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. എന്താണ് ജംഗ്ഷൻ്റെ ഒരു? ഫുലേര ജംഗ്ഷൻ. ചെറിയ പട്ടണത്തിലെ ശൂന്യമായതും ഇടുങ്ങിയതുമായ തെരുവുകളാണ്. ചെറിയൊരു തെരുവാണ്, പക്ഷേ അവിടെ വളരെ തിരക്കാർന്ന ഒരു തെരുവാണ്. തെരുവുകളിൽ ശാന്തമായി നിലകൊള്ളുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ, അവയിൽ കൂടി വലിക്കപ്പെടുന്ന കമ്പികൾ, ഈ തെരുവുകളിൽ അവിടെയായിട്ട് കാണപ്പെടുന്ന മധുരമണികൾ മുഴക്കുന്ന കാൽനട കച്ചവടക്കാർ, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. തെരുവിൻ്റെ ഇരുണ്ട ഭാഗത്ത് 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. അവയ്ക്ക് പിന്നിലായി അർദ്ധനഗ്നനായ കുശവൻ. ഇത്തരം കാഴ്ചകൾക്കിടയിലൂടെയാണ് ഇവർ നീങ്ങുന്നത്. ആര്? നമ്മുടെ ബേലയും സാഹിലും. അക്കാലത്ത് പേനയിൽ 5 പൈസയ്ക്ക് നീലമഷി നിറയ്ക്കുമായിരുന്നു. എത്ര പൈസയ്ക്കാണ്? 5 പൈസയ്ക്ക്, 5 പൈസ. കടക്കാരൻ ഫില്ലർ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ പേനയിൽ മഷി നിറച്ചിരിക്കുന്നത്, ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട്. അപ്പം ഈ പാരഗ്രാഫ് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആ പ്രദേശത്തിനെ പറ്റിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ ജയ്പൂരിനടുത്താണ്, ഫുലേര ജംഗ്ഷനാണ്. എവിടെയാണ്? ഫുലേര ജംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഫുലേര ജംഗ്ഷനിലാണ് നമ്മുടെ ബേലയും സാഹിലും ഉള്ളത്. അപ്പോൾ ആ പാരഗ്രാഫ് കഴിഞ്ഞു. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी गाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही दी उसे भी ज़मीन पर छिड़क दिया, बेला बोली. മീനിങ് നോക്കാം. അപ്പോൾ പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? സാഹിൽ തറയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. അത് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം അവർ പുതിയ മഷി കിട്ടാൻ വേണ്ടിയിട്ട് കടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സാഹിൽ പറയുന്നതിന് മുൻപ് തന്നെ ബേല ചാടിക്കയറി പറഞ്ഞു, ഒരു പേനമഷി തരുമെന്ന്. അപ്പോൾ കച്ചവടക്കാരൻ പറയാണ്, ബേട്ട, സ്യാഹിക്ക് ബോത്തൽ അബി ഗാലി ഹോ ഗയി ഹേ. കുട്ടി, ഈ മഷിയുടെ ബോട്ടിൽ കാലിയായിരിക്കുകയാണ്. അബ് തോ കൽ ഹി മിൽ പായേഗി. ഇനി നാളെ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ കുറച്ച് മഷി ഉണ്ടായിരുന്നുള്ളൂ, അത് സാഹിൽ അവിടെ കുടഞ്ഞു കളഞ്ഞു അല്ലേ. അപ്പോൾ ഇനിയാണെങ്കിൽ കടയിൽ മഷിയുമില്ല, അപ്പോൾ നാളെ വരാൻ പറയാണ്. അപ്പോൾ ബേല കടക്കാരനോട് പറയുകയാണ്, പേനയിലുണ്ടായിരുന്ന മഷി ഇവൻ തറയിൽ കുടഞ്ഞു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാർമേഘങ്ങൾ കണ്ട് കുടം കമഴ്ത്തരുതെന്നാണ് കച്ചവടക്കാരൻ പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ്? ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നെഹിം ദുലാന ചാഹിയെ. ബാദൽ എന്താണ്? മേഘം, കാർമേഘത്തിനെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്? ഗഡേ മീൻസ് കുടം കമഴ്ത്തരുത്.
എന്നിട്ട് ആ കടക്കാരൻ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നതെന്ന്. 5वीं में साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों दुकान वाले भैया ने कहा, हम दोनों और हम दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे गुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 5वीं 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് സാഹിലാണ് പറഞ്ഞിട്ടുള്ളത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്തോ പാപമാണ് എന്ന രീതിയിലാണ് സാഹിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കടക്കാരൻ പിന്നെയും ചോദിക്കുകയാണ്, രണ്ടുപേരും 5ാം ക്ലാസ് തന്നെയാണോ പഠിക്കുന്നതെന്ന്. അപ്പോൾ പറയാണ്, അതെ, ഞങ്ങൾ രണ്ടുപേരും എ ഡിവിഷനിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇതെന്തോ വലിയ കാര്യമാണെന്ന രീതിയിലാണ് ബേല സന്തോഷത്തോടെ പറയുന്നത്. ക്ലാസ്സിൽ ഇരുവരും അടുത്തടുത്താണ് ഇരുന്നത്. അതും കൂടെ ബേല പറയുകയാണ്. क्लास में दोनों पास पास बैठते थे. काम भी में काम करते तो दोनों काम भी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उड़ी सन सदावन में वह तलवार पुरानी थी. पढ़ता तो बेला भी चमक उड़ी सन सदावन में वह तलवार पुरानी थी पढ़ती थी. തുടർന്ന് ബേല പിന്നെയും പറയുകയാണ്, അടുത്തടുത്തിരിക്കുന്നതോടൊപ്പം തന്നെ കോപ്പി എഴുതുമ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ് എഴുതിയിരുന്നത്. പുസ്തകം വായിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് വായിച്ചിരുന്നത്. 57 ശോഭിച്ച ആ വാള് പഴയതായിരുന്നു എന്ന് സാഹിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബേല അത് തന്നെ വായിക്കുമായിരുന്നു. ബേല ചോദിക്കും, വെള്ളം കുടിക്കാൻ പോവാം. അപ്പം തന്നെ സാഹിലും പറയും, വെള്ളം കുടിക്കാൻ പോകാം. ബേല कहती बहन जी पानी पीने चली जाओ. साहिल भी कहता बहन जी पानी पीने चला जाओ. नेक्स्ट पैराग्राफ. गणित के मास्टर साहब सुरेंद्र जी का पीरियड गेलगंडी के बाद आता था. बच्चे उनसे कांपते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. സുരേന്ദ്ര ജി മാട്ട് സാബ് ഇസി പീരീഡ് में काम भी जमते थे. കാമ്പി എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ കോപ്പിയാണ്. सरासी गलती पर बच्चों को इधर उधर फेंक देते थे या जाबट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. ഇനി ഇതിൻ്റെ മീനിങ് നോക്കാം. ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് സുരേന്ദ്രജി. ഈ സുരേന്ദ്രജിയുടെ പീരീഡ് എന്ന് പറയുന്നത് PT പീരീഡിന് ശേഷമായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും ഈ സുരേന്ദ്രജീനെ വളരെയധികം പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു, PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുൻപ് തന്നെ അവരവരുടെ സീറ്റിൽ വന്നിട്ട് ഇരിക്കുകയായിരുന്നു. സുരേന്ദ്രജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുരേന്ദ്രജി മാട്ട് സാബ് കോപ്പി നോക്കുമായിരുന്നു. കോപ്പി അതായത് വർക്ക് ബുക്കുകൾ. അപ്പോൾ വർക്ക് ബുക്കുകൾ ഈ പീരീഡ് തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികളെ ശിക്ഷിക്കുകയും അടിക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റിയിരുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അയാൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തൽ ഭയങ്കര പ്രയാസമായിരുന്നു. അതായത് ഈ അധ്യാപകൻ ഒരു നല്ല അധ്യാപകനായിരുന്നില്ല, ഒരു മോശം അധ്യാപകനായിരുന്നു. വെറുതെ കുട്ടികളെ തല്ലുമായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് മാറ്റിയിരുത്തി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു മോശം അധ്യാപകനായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वह गड़े गड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कांबी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपने जगह पर. അതായത് ഈ അധ്യാപകൻ ഒരു മോശം അധ്യാപകനാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം സുരേന്ദ്രജി എന്ത് ചെയ്തു, ബേലയുടെ മുടി പിടിച്ച് വലിച്ചു. ഏത് തെറ്റിലായിരുന്നു ബേലയുടെ മുടി പിടിച്ചിട്ട് ആ സാറ് വലിച്ചിരുന്നത്? എന്നാൽ അതൊരു തെറ്റായിരുന്നില്ല. അദ്ദേഹം എന്താക്കി, അത് അറിഞ്ഞത് അതൊരു തെറ്റായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബേലേനെ ഒഴിവാക്കി. ബേല നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ബേലയുടെ മുഖം കണ്ടിട്ട് സാഹിലും നല്ലോണം ഭയപ്പെട്ടു. ബേലയുടെ കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതവൻ കണ്ടു. അപ്പോൾ അവളിപ്പോൾ തന്നെ വീണു പോകുമെന്നാണ് അവൻ കരുതിയിരുന്നത്. എന്താ വെച്ചാൽ അവൾ അത്രയും പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുരേന്ദർ മാഷ് ബുക്ക് അവളുടെ സീറ്റിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നാൽ അത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് പോലും അയാൾ ബുക്കൊക്കെ എറിഞ്ഞ് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇരിക്കും നിൻ്റെ സീറ്റിൽ നിന്ന്. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ബേല എന്തായി, വളരെ ദുഃഖിതയായി. बेला का मन बहुत गराब हो गया. माट साहब चाहे मुझे पीड़ लेते मगर
साहिल के सामने नहीं। वह साहिल से सामने गुद हो शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है। जब वह उसके पास आकर बैठी, उससे नज़र नहीं मिला पाई. ബേലയുടെ മനസ്സ് നന്നായിട്ട് വിഷമിച്ചിരുന്നു. ഈ ബേല അപ്പം ചിന്തിക്കുകയാണ്, സുരേന്ദ്രൻ മാഷ് തന്നെ അടിച്ചോട്ടെ, എന്നാൽ പോലും അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു എന്നാണ് അവൾ ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ സാഹിലിൻ്റെ മുന്നിൽ അവൾ നല്ലൊരു കുട്ടിയാണെന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ സാഹിലിൻ്റെ മുന്നിൽ ലജ്ജാവതിയായിപ്പോയി. അവൾ എന്ത് ചെയ്തു, സാറ് പറഞ്ഞയച്ചപ്പോൾ നേരെ സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയതേ ഇല്ല. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे होए 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ और कहकर चिटा रहा था. അപ്പോൾ എന്താണ്, ദീപാവലീൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് സാഹിൽ സ്കൂളിലേക്ക് വരികയാണ്. സാഹിലും അതുപോലെ തന്നെ ബേലയെല്ലാം സ്കൂളിലേക്ക് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു ബാൻഡേജ്, വെളുത്ത നിറത്തിലുള്ള ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. സഫേദ് പട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഒരു ബാൻഡേജാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒരുപാട് പേര് കളിയാക്കി. ചിലവർ സഫേദ് പട്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കി. അതുപോലെ തന്നെ ചിലവർ കൊള്ളക്കാരിയുടെ രാജ്ഞി എന്നൊക്കെ വിളിച്ച് കളിയാക്കി. അതുപോലെ തന്നെ മറ്റു ചിലർ അങ്ങനെ എന്തൊക്കെയൊക്കെയോ വിളിച്ച് കളിയാക്കി. ये क्या हो गया ബേല, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റിയതാണ് ബേല എന്ന് ഭയങ്കര പരവശനായിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ചത്ത് സേ ഗിർ ഗയി ബേലാനെ ഹാംസെ ഹുയെ കഹ ഔർ കഹ. ഞാൻ ടെറസിൽ നിന്ന് വീണതാണ്. ചിരിച്ചുകൊണ്ടാണ് ഇവൾ പറയുന്നത്. ചിരിച്ചുകൊണ്ട് പിന്നെയും പറയാണ്, ബഹുത്ത് ദിൻ ഹോ ഗയെ, കുറേ ദിവസങ്ങളായി. ആജ് ഗേൽ ഗണ്ടിമേം ഗാന്ധി ചൗക്കുമേം ലങ്കടി ടാങ്ക് ഗേലേങ്ക. അപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ ലങ്കടി ടാങ്ക് കളിച്ചിട്ട്. ലങ്കടി ടാങ്ക് മീൻസ് കക്ക് കളിയാണ്. അപ്പോൾ ഇവിടെ ഗാന്ധി ചൗക്ക് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഗ്രൗണ്ടിനെ പറയുന്ന പേരാണ് ഗാന്ധി ചൗക്ക്. അപ്പോൾ ഗാന്ധി ചൗക്കിൽ പോയിട്ട് കക്ക് കളിയൊക്കെ കളിച്ചിട്ട് ഒരുപാട് നാളായില്ലേ, അപ്പോൾ നമുക്ക് ഇന്ന് കളിക്കാമെന്ന് പറയാണ് ബേല. അപ്പോൾ സാഹിൽ അത് തടയുകയാണ്. നെഹീം കേലേങ്കെ, നമുക്കിന്ന് കളിക്കണ്ട. തേരെ സിർമേം ഫിർസെ ലെഗ് ജായേഗിതോ. അപ്പോൾ നിൻ്റെ തലയ്ക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ പറ്റും, അതുകൊണ്ട് നമുക്ക് കളിക്കണ്ടെന്ന് പറയാണ്. നെഹീം ലെഗ് കി ബേലാനെ സിദ്ക്കി. എന്താണ്, ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വാശിയടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेल गंडी लंगड़ी टांग गेले. इन बच्चों को अपने चारों और गेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्करा रही हो. അങ്ങനെ അവൾ ചാടിയും പിടിച്ചതോടി എന്ത് ചെയ്തു, അവനും സാഹിലും എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, മറ്റു കുട്ടികളുടെ ഒപ്പം ഗാന്ധി ചൗക്കിലെ മണലിൽ പോയിട്ട് ഡ്രിൽ പീരീഡ് മുഴുവൻ കളിച്ചു. തൻ്റെ ചുറ്റും കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഗാന്ധി പ്രതിമ, ഗാന്ധി ചൗക്കാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗാന്ധി പ്രതിമ ഉണ്ടായിരുന്നു. ഈ ഗാന്ധി പ്രതിമ എന്ത് ചെയ്തു, തൻ്റെ ചുറ്റും കുട്ടികൾ കളിക്കുകയാണ് അല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, എന്തായിരുന്നു, ദീപാവലീൻ്റെ അവധിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ഈ പ്രതിമ പോലും ചിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. नेक्स्ट पैराग्राफ. रविवार का दिन था. साहिल अपने घर में नीम के पेड़ के टाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिटली में लग गई. 1 इंच गहरा गड्ढा हो गया. അപ്പോൾ എന്താണ്, ഒരു ഞായറാഴ്ച ദിവസമാണ്. സാഹിൽ തൻ്റെ വീട്ടിൽ എന്ത് ചെയ്യാണ്, ഒരു നീം കെ പേട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പുമരമാണ്. ഈ വേപ്പുമരത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ കൊമ്പിൽ പിടിച്ചിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പൊട്ടിയ സ്റ്റൂളിൽ നിന്നുകൊണ്ടായിരുന്നു അവൻ ആടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പൊട്ടിയ സ്റ്റൂളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിയ സ്റ്റൂളിൽ ഒരു ആണി ഉണ്ടായിരുന്നു. ഇത് അവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ തളച്ചു കയറി. അപ്പോൾ 1 ഇഞ്ച് ആഴത്തിൽ ഒരു മുറിവും ഉണ്ടായി. അതായത് അവനൊരു വേപ്പുമരത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പൊട്ടിയ സ്റ്റൂളിൽ നിന്നുകൊണ്ടായിരുന്നു ഇവൻ ആടിയിരുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ആണി ഇവൻ്റെ കാലിൽ തറച്ചു. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. उसे सरकारी अस्पताल में पट्टी बंद वाले के लिए जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला गड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर
पड्डी बंदी होती और एक की पिटली में सफ़ेद पड्डी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. എന്താണ് അപ്പോൾ ഇവിടെ പറയുന്നത്? സാഹിൽ തൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് അവനെ കൊണ്ടുപോയി, അതായത് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. തലയിൽ മുറിവ് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ബേല എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് അവൻ നിൽക്കുമ്പോൾ അവൻ നിന്നിരുന്ന ആ ക്യൂവിൽ 2 പേരുടെ മുൻപിലായിട്ട് ബേല നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ഇവർ 2 പേരും ബേല തലയിൽ മുറിവ് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും സാഹിൽ കാലിൽ പറ്റിയ മുറിവ് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ആയിരുന്നു ചെന്നത്. അപ്പോൾ ഇവരെല്ലാ കാര്യത്തിലും ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. വായിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും എല്ലാവർക്കും ഒരുമിച്ചായിരുന്നു എല്ലാം സംഭവിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മുറിവ് പോലും അവർക്ക് 2 പേർക്കും ഒരുമിച്ചായിരുന്നു സംഭവിച്ചത്. അതിനുശേഷം ഈ മുറിവിനൊക്കെ ശേഷം അവർ സ്കൂളിലേക്ക് വീണ്ടും പോയപ്പോഴും ഇതുപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും ഇടയിൽ സഫേദ് പഡ്ഡി, അതായത് വെളുത്ത ബാൻഡേജ് കിട്ടിയ 2 കുട്ടികളെ എല്ലായിടത്തും ഒരുമിച്ച് കണ്ടു. അടുത്ത പാരഗ്രാഫ് നോക്കാം. 5वीं कक्षा का റിസൾട്ട് आ गया, दोनों चड्डी में आ गए. यह स्कूल 5वीं तक ही था. എന്താണ്? 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിരിക്കുന്നു. 2 പേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. യഹ് സ്കൂൾ 5वीं तक ही था. അയ്യോ, അപ്പോൾ ആ സ്കൂളിൽ എന്ത് ചെയ്തു? 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കൂളിൽ. അപ്പോൾ ഇവർ 2 പേരും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ സാഹിൽ അബ് തും കഹാം പഠേങ്കി ബേലാനെ പൂച്ച. ബേല ചോദിക്കുകയാണ്, സാഹിൽ നീ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്, അവർ തും കഹാം പഠേങ്ക ബേല. സാഹിലിനെ പൂച്ച. അപ്പോൾ നീ എവിടെയാണ് പഠിക്കുന്നത് ബേല എന്ന് ചോദിക്കുകയാണ്. മേരെ പാപ്പ കഹ് രഹേ ദേ कि तुझे राजकीय कन्या पाठशाला में पढ़ोएंगे और तुम. എൻ്റെ അച്ഛൻ എന്നെ രാജകീയ കന്യാ പാഠശാലയിലാണ് ചേർക്കുന്നത്. ബേല പറയണേ, നിന്നെ അപ്പോൾ എവിടെയാണ് ചേർക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മുझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल है. അപ്പോൾ എന്നെ അജ്മീറിലാണ് ഇനി ചേർത്താൻ പോകുന്നത്. അജ്മീർ കുറേ ദൂരെയുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് ഇനി ചേർത്താൻ പോകുന്നത്. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഗർസെ ദൂർ വഹാം അഗേല രഹുങ്ക. വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് എന്ന് പറയാണ്. ക്യോം സാഹിൽ. എന്താണ് സാഹിൽ? പത്താ നെഹീം ക്യോം. അപ്പോൾ സാഹിൽ പറയാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറയാണ്. നെഹീം तो यानी कि अब तुम फुलेरा में ही नहीं रहोगे. ബേല ചോദിക്കുകയാണ്. ബേല വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അതായത് ഇനി നീ ഫുലേറയിൽ താമസിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഫുലേറ ജംഗ്ഷനിൽ ഇനി നീ താമസിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം സാഹിൽ പറയുകയാണ്, നെഹീം തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. ഇല്ല, നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ പറയാണ്. साहिल बेला के रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे. സാഹിൽ ബേലയുടെയും ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് അങ്ങനെ നോക്കുകയായിരുന്നു. 2 പേരും പരസ്പരം നോക്കുകയായിരുന്നു റിപ്പോർട്ട് കാർഡ്. ഇന്ന് അവസാനമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരാൾ മറ്റൊരാളുടെ എന്തെങ്കിലും സാധനത്തിൽ സ്പർശിച്ച് നോക്കുന്നത്. അതായത് ഇവർ അവസാനമാണ്. ഇവരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു 2 പേരുടെയും. ഒരുപാട് നാളുകളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ ഇത് അവസാനിക്കാൻ പോവുകയാണ്. 2 പേർക്കും വളരെ വിഷമമാണ്. അപ്പോൾ അവർ അവസാനമായിട്ട് അവരുടെ സാധനങ്ങൾ പരസ്പരം ഒന്ന് സ്പർശിച്ച് നോക്കുകയാണ്. തുമാരി ആങ്ക് മേം ആംസു ക്യോം ആ രഹേ ഹേ ബേല. മുझे क्या पता. बेला ने डबडबाई आंखों से हांसते हुए कहा. ആരാ ചോദിക്കുന്നത്? ഇവിടെ സാഹിലാണ് ചോദിക്കുന്നത്. നിൻ്റെ കണ്ണുകൾ നിറയുന്നത് എന്തുകൊണ്ടാണ് ബേല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബേല പറയാണ്, വളരെ സങ്കടത്തോടു കൂടിയാണ് 2 പേരും നിൽക്കുന്നത്. അപ്പോൾ ബേല പറയാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളോടെയാണ് അവൾ പറയുന്നത്. എന്താണ് അപ്പോൾ ഡബഡബായി ആങ്കോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി. साहिल की आंखें बीरबहूटियों की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें. रोनी सूरत സാഹിൽ. റോനി സൂരത്ത് സാഹിൽ. എന്താണ്? സാഹിലിൻ്റെ കണ്ണുകൾ ഈ ബീർബഹൂട്ടിയെ പോലെ ചുവന്നിരിക്കുകയാണ്. ബേലയുടെ കണ്ണുകളാണെങ്കിൽ നിറഞ്ഞ് തുളുമ്പിരിക്കുകയാണ്. അതുപോലെ തന്നെ സാഹിലിൻ്റെ കണ്ണുകളോ ബീർബഹൂട്ടീൻ്റെ അതേ കളർ, അതായത് ചുവന്നിരിക്കുകയാണ്. സങ്കടത്താലാണ്. അവയിൽ മഴത്തുള്ളികൾ പോലെ കണ്ണുനീരിങ്ങനെ നിറയാൻ തുടങ്ങി. അപ്പോൾ ബേല പറഞ്ഞു, ഞാനിപ്പോൾ നിന്നെ ചുണ്ടി പിടിപ്പിക്കട്ടെ. കരയുന്ന സാഹിൽ. അതായത് അവൾ വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അവസാനമായിട്ട് ചിരിച്ചുകൊണ്ടൊരു വാക്ക് പറയുകയാണ്. കരയുന്ന സാഹിൽ എന്നൊക്കെ വിളിച്ചിട്ട് അവനെ കളിയാക്കുകയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. बारिशें आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में गड़ावें गिरी थी, धूल भरी
तेज़ हवाएं चल रही थी, पानी बरस रहा था। फुलेरा कस्बे की बादल चाय एक गली में 5वीं में छठी में चली गई, एक लड़की जा रही थी। उसके बूढ़े बाल बीरबहुटियों के रंग के लाल रिबन से बंधे थे। दूसरी दिशा को जाती एक गली में 5वीं से छठी में गया एक 11 साल का लड़का जा रहा था। इसकी पिटली में बीरबहुटी के रंग का सा 1 इंच लंबा चोट का निशान था. എന്താണ് പറയുന്നത്, മഴക്കാലമാകാൻ ഇനി 1.5 മാസം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് മഴക്കാലത്തിന് മുൻപുള്ളൊരു മഴ ദിവസമായിരുന്നു. മഴക്കാലമായിട്ടില്ല, എന്നാൽ ഒരു മഴ ദിവസമായിരുന്നു. അതായത് ഇവരുടെ സങ്കടത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അത്. ആ ദിവസം മഴയും പെയ്തിരുന്നു. ആകാശമൊക്കെ മേഘാവൃതമായിരുന്നു. പൊടി നിറഞ്ഞ് ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നു. ഫുലേറ പട്ടണത്തിലെ മേഘാവൃതമായൊരു തെരുവിൽ കൂടി 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ചൊരു പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. അതാരായിരിക്കും? നമ്മുടെ ബേലയായിരിക്കും അല്ലേ? അവളുടെ തവിട്ട് നിറമുള്ള മുടി ബീർബഹൂട്ടിയുടെ നിറത്തിലുള്ള ചുവന്ന റിബണിൽ ബന്ധിച്ചിരുന്നു. തെരുവിൻ്റെ മറുഭാഗത്തേക്കുള്ള വഴിയിൽ കൂടി 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ചൊരു ആൺകുട്ടിയും പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ കണങ്കാലിലോ ബീർബഹൂട്ടിയുടെ നിറത്തിലുള്ള 1 ഇഞ്ച് നീളമുള്ള മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരും, നമ്മുടെ ബേലയും സാഹിലുമാണ് പറയുന്നത്, രണ്ടുപേരും വേറെ വേറെ വഴി കൂടെ പോവാണ്. ഇത്രയും നാൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു, ഒരുമിച്ച് വളർന്നതായിരുന്നു, ഒരുപോലെ ചെയ്തിരുന്നവരായിരുന്നു. എന്നാൽ ഈ 5ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി തന്നെ അവരുടെ സ്കൂളിൽ നിന്നും അവർക്ക് വേർപിരിയേണ്ടി വരികയാണ്. അങ്ങനെ രണ്ടുപേരും 2 സ്കൂളിലേക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ അതാണ് ഈ അവസാന ഭാഗത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇനി അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.